കടം വീടാനുള്ള 7 വഴികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹായ്, ഞാൻ സയ്യിദ് ഉമർ സഖാഫ്, ലൈഫ് കോച്ച് ആൻഡ് സ്പിരിച്വൽ ഹീലർ. സുഹൃത്തുക്കളെ, നമ്മളിൽ പലരും കടക്കിണിയിൽ അകപ്പെട്ടവരാണ്. കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ പാടുപെടുന്നുണ്ട്. ഒരുപാട് വഴികൾ നമ്മൾ തേടുന്നുണ്ട്. എങ്ങനെയാണ് കടത്തിൽ രക്ഷപ്പെടേണ്ടത് എന്നറിയാതെ പല നിലക്കും നമ്മൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, അല്ലേ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട, നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട 7 വഴികളാണ് ഇവിടെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. കടം വീടാൻ നാം ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്, ക്രിയേറ്റ് എ ഡീറ്റെയിൽഡ് ബഡ്ജറ്റ്. നമ്മളൊരു ഡീറ്റെയിൽഡ് ബഡ്ജറ്റ് ഉണ്ടാക്കണം. അതായത് ഈ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, ട്രാക്ക് യുവർ മന്ത്ലി ഇൻകം ആൻഡ് എക്സ്പെൻസസ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നമ്മൾ 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഏതെല്ലാം എക്സ്പെൻസസ് ആണ് നമ്മൾ വഹിക്കുന്നത്, ഏതെല്ലാം വഴിയിലൂടെയാണ് നമുക്ക് ഇൻകം വരുന്നത്, എത്ര ഇൻകമാണ് ഈ മാസത്തിൽ നമ്മൾ ഏൺ ചെയ്തത്, അത് വളരെ ചെറിയ 1 രൂപ ആണെങ്കിൽ അതും കൂടി നമ്മൾ എഴുതി വെക്കണം. തീർച്ചയായിട്ടും നമ്മളൊരു ബുക്ക് എടുത്ത് അതിൽ എഴുതി വെക്കേണ്ടതാണ്. അത് 1 രൂപയായാലും പ്രശ്നമല്ല. നമുക്ക് വരുന്ന ഇൻകം മുഴുവനും നമ്മൾ ട്രാക്ക് ചെയ്യുക. അതുപോലെ എക്സ്പെൻസസും, ഈ വന്ന ഇൻകം എവിടെയൊക്കെയാണ് നമ്മൾ ചെലവ് ചെയ്യുന്നത് എന്ന് വളരെ സ്പെസിഫിക്കായി നമ്മൾ എഴുതി വെക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. രണ്ടാമത് നാം ശ്രദ്ധിക്കേണ്ട കാര്യം, സെപ്പറേറ്റ് നീഡ്സ് ഫ്രം വാണ്ട്സ്. അതായത് നമ്മുടെ എക്സ്പെൻസസ് 2 ടൈപ്പ് ഉണ്ട്. നീഡ്സിനുള്ള എക്സ്പെൻസസും മറ്റേത് വാണ്ട്സിനുള്ള എക്സ്പെൻസസും. എന്താണ് ഈ നീഡ്സും വാണ്ട്സുമുള്ള ഡിഫറൻറ്റ്? നീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ 2 ഹൗസിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ നമ്മുടെ റെൻറ്റ് പേ ചെയ്തിരിക്കണം, അത് നീഡാണ്. അതുപോലെ നമ്മുടെ ഭക്ഷണത്തിനാവശ്യമായ ഗ്രോസറീസ്, അതുപോലെ മീറ്റ്സ്, വെജിറ്റബിൾസ് തുടങ്ങിയ കാര്യങ്ങൾ, അത് നീഡ്സാണ്. അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. അതുപോലെ നമുക്ക് എന്തെങ്കിലും EMIs ഉണ്ടെങ്കിൽ വളരെ പ്രധാനമായി കൊടുത്തുവിടേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നീഡ്സാണ്. നമുക്ക് നിർബന്ധമായി നമ്മൾ വഹിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ എക്സ്പെൻസസിനെ 2 പാർട്ടാക്കി, നീഡ്സ് എന്തൊക്കെയാണ് അത് ഒഴിച്ചുകൂടാൻ പറ്റൂല. നമ്മളിവിടെ ജീവിക്കണമെങ്കിൽ അത് വളരെ ആവശ്യമാണ്. അത് ഒഴിച്ചുകൊണ്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റൂല എന്ന നിലക്കുള്ളതിന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. പിന്നെ നമ്മൾ വാണ്ട്സ് എന്താണെന്ന് കണ്ടെത്തണം. എന്താണ് ഈ വാണ്ട്സ്? വാണ്ട്സ് എന്ന് വെച്ചാൽ നമുക്കത് ചിലപ്പോൾ ഒഴിച്ചുകൂടാം. ഉദാഹരണത്തിൽ, പുറത്തു പോയി ഭക്ഷണം കഴിക്കുക, എൻജോയ് ചെയ്യാൻ വേണ്ടി ഔട്ടിങ്ങിന് പോവുക, അതുപോലെ പല സബ്സ്ക്രിപ്ഷൻസ് എടുക്കുക, കേബിൾസ്, ഇൻ്റർനെറ്റ് കണക്ഷൻസ്. ഇത് ഒരു വേള നമുക്ക് ഒഴിവാക്കിയാൽ പോലും ജീവിക്കാൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, നീഡ്സ് അല്ല. അപ്പോൾ നമ്മുടെ എക്സ്പെൻസസിൽ നീഡ്സ് എന്തൊക്കെയാണ്, വാണ്ട്സ് എന്തൊക്കെയാണ്, നീഡ്സിന് വേണ്ടി നമുക്ക് മന്ത്ലി എത്ര വേണം, വാണ്ട്സിന് വേണ്ടി എത്ര വേണം എന്നവർ സെപ്പറേറ്റ് ചെയ്ത് കൃത്യമാക്കി എഴുതി വെക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പ്രയോറിറ്റൈസ് ഡെറ്റ് പേയ്മെൻറ്റ് ഇൻ യുവർ ബഡ്ജറ്റ്. അതായത് നമ്മൾ ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എത്ര ആളുടെ കടം കൊടുക്കാനുണ്ട്, അതിൽ ഈ മാസം എത്ര നമുക്ക് കൊടുക്കാൻ കഴിയും, അതിന് എത്ര എമൗണ്ടാണ് വേണ്ടത് എന്ന് നമ്മൾ ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുകയും അതിന് നമ്മളൊരു പ്രയോറിറ്റൈസ് കൊടുക്കുകയും വേണം. കൊടുത്ത് വീടണം, അന്ന് വീട്ടിൽ നിർബന്ധമാണ് എന്ന നിലക്ക് നമ്മളൊരു പ്രയോറിറ്റൈസ് അതിന് സെറ്റ് ചെയ്തിരിക്കണം. പിന്നെ നമുക്കിതിൽ നമ്മുടെ എല്ലാ കടങ്ങളെയും ഡീറ്റെയിൽഡായി എഴുതി വെക്കണം. എന്നിട്ട് ആദ്യം കൊടുക്കേണ്ടത് ഏതാണ്, അടുത്തത് കൊടുക്കേണ്ടത് ഏതാണ് എന്നുള്ള ഒരു കൃത്യമായ ഒരു പ്ലാൻ കൂടി നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ കടം വീടാനുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ്, യൂസ് ദ ഡെറ്റ് സ്നോബോൾ എന്ന് പറയും ഇംഗ്ലീഷിൽ. എന്താണ് ഈ സ്നോബോൾ? അതായത് ഫോക്കസ് ഓൺ പേയിങ് ഓഫ് യുവർ സ്മോളസ്റ്റ് ഡെറ്റ് ഫസ്റ്റ്. അതായത് നമ്മൾ പല ആളുകൾക്കും കടം കൊടുക്കാനുണ്ടാവും. ചില ആളുകൾക്ക് 5000 കൊടുക്കാനുണ്ടാവും, മറ്റൊരാൾക്ക് 10000 കൊടുക്കാനുണ്ടാവും, മറ്റൊരാൾക്ക് 50000 കൊടുക്കാനുണ്ടാവും, മറ്റൊരാൾക്ക് 1,00,000 കൊടുക്കാനുണ്ടാവും. പക്ഷേ ഇതിൽ നമ്മൾ എന്താ ചെയ്യണമെന്നറിയോ? പല ആളുകളും 10000 അയാൾക്ക് കൊടുക്കാൻ അയാളടുത്ത് ബഡ്ജറ്റുള്ളൂ എങ്കിൽ ഏറ്റവും ടോപ്പിലുള്ള ആൾക്ക് 1,00,000 കൊടുക്കേണ്ട ആൾക്ക് 10000 കൊടുക്കും. പക്ഷേ ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 10000 രൂപ അവിടെ കൊടുക്കുമ്പോൾ
അയാൾ സാറ്റിസ്ഫൈഡ് അല്ല. എന്തുകൊണ്ട്? അയാളുടെ എല്ലാ എമൗണ്ടും കിട്ടിയില്ല. ഈ കൊടുത്ത് വീട്ടിയ ആൾക്കും ഒരു സന്തോഷം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഇവർ കൊടുത്ത് ഇപ്പോൾ ഉദാഹരണത്തിൽ 10 പേർക്കാണ് വീടാൻ ഉള്ളത് എങ്കിൽ 10 പേരും ഇപ്പോഴും അവിടെ ബാക്കിയാണ്, കൊടുക്കാൻ വീണ്ടും 10 പേർക്ക് ബാക്കിയുണ്ട്. അയാൾക്ക് കൊടുക്കുന്നതിൽ 10,000 കുറഞ്ഞു, അത് ശരിയാണ്. എങ്കിൽ അവിടെ ആളുടെ എണ്ണം കുറഞ്ഞില്ല. അപ്പം അതുകൊണ്ട് പല വിദഗ്ധരും, ഫൈനാൻഷ്യൽ വിദഗ്ധർ പറഞ്ഞിരുന്ന ഒരു സ്ട്രാറ്റജി എന്ന് വെച്ചാൽ, നമ്മൾ ഏറ്റവും ചെറിയ എമൗണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിൽ 5,000 കൊടുക്കാൻ 2 പേർക്കാണ് നമ്മൾ കൊടുക്കാനുള്ളത്, ഒരാൾക്ക് 10,000 കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് 10,000 നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് 5,000 കൊടുക്കേണ്ട വ്യക്തിക്കാണ്. എന്ന് പറഞ്ഞാൽ 5,000 എന്ന് കൊടുത്ത് 2 ആളെ നമ്മൾ ഈ കടത്തിൻ്റെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുക എന്നതാണ്. അപ്പോൾ ഇതിലുള്ള ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ, നമുക്ക് വലിയൊരു സന്തോഷം ഉണ്ടാവും. ഞാൻ കടം വീടി, 2 ആളുടെ കടം ഞാൻ ഫുള്ളായി വീടിക്കഴിഞ്ഞു. ഇങ്ങനെ ചെയ്യുന്നതിലുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ, നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവും. അതായത് നമ്മുടെ ലിസ്റ്റിൽ 10 പേരുണ്ടെങ്കിൽ 10 പേരിൽ നിന്ന് 2 ആൾ നമ്മളെ ലിസ്റ്റിൽ നിന്ന് പുറത്തായി. ആ 2 പേരുടെ കടം പൂർണ്ണമായി നമ്മൾ കൊടുത്തു വീടി. അപ്പം അവരും സന്തോഷമായി, അവരുടെ പണം കിട്ടി എന്നതും നമുക്കൊരു സന്തോഷം ഉള്ളിൽ വന്ന് നമുക്ക് കടം വീടാൻ പറ്റും. 2 ആൾ ഞാൻ കടം വീടി, ഞാൻ ഒഴിവാക്കി എന്ന് നമ്മുടെ മൈൻഡ് സെറ്റ് ഒരു പോസിറ്റീവ് ആവും, നമുക്ക് ഒരു ഹാപ്പിനെസ് വരും. അപ്പം നമുക്ക് വീണ്ടും അടുത്ത ആളുടെ കടം വീടാനുള്ള ഒരു ഉന്മേഷവും, പെട്ടെന്ന് അടുത്തൊരു 2 പേരെ നമ്മൾ ഒഴിവാക്കണം എന്നത് നമുക്ക് ചിന്ത വരും. അങ്ങനെ പെട്ടെന്ന് ആളുകളുടെ എണ്ണം കുറഞ്ഞു വരും, നമ്മുടെ കടം വീടി വരും എന്നതാണ് ഇതിലുള്ള വരുന്ന ഒരു ഗുണം. അതുകൊണ്ടാണ് ഈ ഫൈനാൻഷ്യൽ വിദഗ്ധർ നമ്മളോട് പറഞ്ഞിരുന്നത്, ഏറ്റവും ചുരുങ്ങിയ എമൗണ്ട് ആദ്യം കൊടുത്ത് ആളുകളുടെ എണ്ണം ചുരുക്കി പോകലാണ് ഏറ്റവും നല്ല വഴി എന്ന് നമുക്ക് പറഞ്ഞിരുന്നത്. പിന്നെ കടം വീടാനുള്ള 3ാമത്തെ വേ, റെഡ്യൂസ് അൺനെസസറി എക്സ്പെൻസസ്. ചിലപ്പോൾ നമുക്ക് അറിയാതെ ഒരുപാട് എക്സ്പെൻസസ് വന്നു പോകും നമ്മുടെ ജീവിതത്തിൽ. അതിനൊക്കെ നമ്മൾ കണ്ടെത്തണം, എവിടെയാണ് വേസ്റ്റായി പോകുന്നത്, ആവശ്യമില്ലാത്തടത്ത് ഞാൻ എവിടെയാണ് ചെലവ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ഒന്ന് ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് നമ്മൾ അൺനെസസറി വേസ്റ്റ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ചെലവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. അതൊക്കെ നമ്മൾ റെഡ്യൂസ് ചെയ്യണം, കട്ട് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിൽ ഡൈനിങ് ഔട്ട്, നമ്മൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കുമ്പോൾ, നമുക്കൊരു 4 പേര് പോയി ഭക്ഷണം കഴിക്കുമ്പോൾ, പുറത്ത് റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് മിനിമം ഒരു 2,000 രൂപ ബില്ല് അവിടെ നമ്മൾ പേ ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് നമുക്ക് അതേ ക്വാളിറ്റിയുള്ള ഫുഡ്, അവിടെ എന്തൊക്കെയാണ് നമ്മൾ കഴിച്ചത് അതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു 500-1000 രൂപയുടെ ഉള്ളിലാണ് നമുക്ക് ചിലവാവുക. അപ്പോൾ നമുക്ക് ഈ പുറത്തു പോയി കഴിക്കുമ്പോൾ അൺനെസസറി എക്സ്പെൻസസ് ആണ്. അപ്പോൾ കടമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഈ അൺനെസസറി എക്സ്പെൻസസ് എവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് അതിനെ കട്ട് ചെയ്യുക എന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ എന്താണ്, അൺനെസസറി എക്സ്പെൻസസ് എവിടെയൊക്കെ ഉണ്ടോ അതിന് നമ്മൾ കട്ട് ചെയ്യണം എന്നതാണല്ലോ. അപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്, കൺസിഡർ സേവിങ് ഓൺ നെസസറി എക്സ്പെൻസസ് സച്ച് ആസ് ഗ്രോസറി ഷോപ്പിംഗ് വിത്ത് എ ലിസ്റ്റ് ഓർ റെഡ്യൂസിങ് എനർജി കൺസംഷൻ എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നമുക്ക് നെസസറി ആയതും ചിലത് നമുക്ക് ഒഴിക്കാൻ പറ്റും. വളരെ ആവശ്യമാണ്, ഒരുപാട് വാങ്ങുന്നത് കുറച്ച് കുറക്കാൻ പറ്റും നമുക്ക്. പിന്നെ നമ്മൾ ഷോപ്പിംഗ് പോകുമ്പോൾ, പല ആളുകളും ഷോപ്പിങ്ങിന് പോകുമ്പോൾ ചെയ്യുന്നത് എന്താ അറിയുക, അവിടെ എന്തൊക്കെ കാണുന്നുണ്ട് അതൊക്കെ വാങ്ങിക്കൂട്ടലാണ്. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ എക്സ്പെൻസസ് കൂടും. അപ്പോൾ അതിനെന്താണ്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. എന്തൊക്കെയാണ് ഇന്ന് വാങ്ങാൻ പോകേണ്ടത്, എവിടെയാണ് നമുക്ക് കുറക്കാൻ പറ്റുക, നെസസറിയാണ്, പക്ഷേ എവിടെയൊക്കെയാണ് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുക, അതൊക്കെ ലിസ്റ്റ് ഉണ്ടാക്കി, എന്തൊക്കെയാണ് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കിയത് അത് മാത്രം പോയി സൂപ്പർ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നോ വാങ്ങാം. ചില ആളുകൾ അവിടെ പോയി കാണുമ്പോൾ അവർ സൂപ്പർ മാർക്കറ്റ് നടത്തുന്നവരും ഹൈപ്പർ മാർക്കറ്റ് നടത്തുന്ന ഒരു ബിസിനസ്സാണ്. അവർ സാധനങ്ങൾ മുമ്പിൽ തന്നെ കസ്റ്റമേഴ്സിൻ്റെ കണ്ണിൽ പെടുന്ന വിധത്തിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മളവിടെ കാണുന്നുണ്ട് എന്ന നിലയ്ക്ക് നമ്മൾ വാങ്ങിക്കൂട്ടാൻ പാടില്ല. നമ്മുടെ ലിസ്റ്റിൽ എന്തൊക്കെയാണുള്ളത് അത് മാത്രമാണ് നമ്മൾ വാങ്ങേണ്ടത്. പിന്നെ കടം വീടാൻ നാം ചെയ്യേണ്ട 4ാമത്തെ വേ, ഇൻക്രീസ് യുവർ ഇൻകം. നമ്മുടെ വരുമാനം കൂട്ടാൻ നോക്കുക എന്നതാണ്. വരുമാനം കൂട്ടുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നോക്കൂ, നിങ്ങളൊരു ജോബ് ചെയ്യുന്ന ആളാണെങ്കിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ആയിരിക്കും നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ വർക്കിംഗ് സമയം. പക്ഷേ നിങ്ങൾ രാവിലെ 5 മണിക്കോ 6 മണിക്കോ എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ ജോബിന് പോകുന്നത് വരെ, വർക്കിന് പോകുന്നത് വരെ നിങ്ങൾക്ക് 2-3 മണിക്കൂറുണ്ട് അവിടെ.
ഇനി 6 മണിക്കോ അല്ലെങ്കിൽ 5 മണിക്കോ നിങ്ങൾ ഓഫീസിൽ നിന്ന് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 3-4 മണിക്കൂറുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് എക്സ്ട്രാ സ്കില്ലുള്ളത്? ഇപ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് പാർട്ട് ടൈം നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് പെർട്ടിക്കുലർ ഒരു സബ്ജക്റ്റിൽ ടീച്ച് ചെയ്യാൻ അറിയുകയാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഓൺലൈൻ ട്യൂട്ടർ ആവാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് യൂബർ ഓടിക്കാം. അതല്ലെങ്കിൽ സൊമാറ്റോയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്യാം, ക്ലൗഡ് കിച്ചണുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അങ്ങനെ എന്ത് സ്കില്ലാണോ നിങ്ങൾക്കുള്ളത് ആ സ്കില്ല് ഉപയോഗിച്ച് നിങ്ങൾ പാർട്ട് ടൈം ജോബ് ചെയ്യാം. അതല്ലെങ്കിൽ ഫ്രീലാൻസറായി നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഇങ്ങനെ പല വഴികളുണ്ട്. മനസ്സുണ്ടെങ്കിൽ എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാനുള്ള 100 വഴികൾ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് കടം വീടാൻ, കടം ഉള്ള ആളുകൾ സ്പെഷ്യലി എല്ലാവർക്കും ഈ വഴി സ്വീകരിക്കാം. കടമില്ലാത്തവർക്കും ഫൈനാൻഷ്യൽ ഫ്രീഡമിന് വേണ്ടി ഇത് ഉപയോഗിക്കാം. സ്പെഷ്യലി കടമുള്ള ആളുകൾ കടം കൊടുക്കണമെങ്കിൽ ഇൻകം കൂട്ടിയേ പറ്റൂ. നമ്മളെ സമയം വേസ്റ്റാക്കി കളയാതെ ഫ്രീ ഉള്ള സമയത്ത് പാർട്ട് ടൈം ജോബായി അല്ലെങ്കിൽ ഫ്രീലാൻസറായി ഈ പറഞ്ഞ ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിലൂടെ ഏത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക. ഇതാണ് മറ്റൊരു വഴി. പിന്നെ കടം വീട്ടാനുള്ള 5ാമത്തെ വഴി, ഡെവലപ്പ് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ആൻഡ് അവോയ്ഡ് ന്യൂ ഡെറ്റ്. നമ്മളൊരു തീരുമാനം എടുക്കണം. ഇതിന് നമ്മൾ നീഡ്സും വാൺസും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കുന്നു. വാൺസ് എല്ലാം നമ്മൾ വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന സംഗതികളാണ്, ഒഴിവാക്കുന്നു. നീഡ്സിൽ പലതിൽ നിന്നും നമുക്ക് വെട്ടിച്ചുരുക്കാൻ പറ്റുന്നു. കുറച്ച് നമുക്ക് പ്രയാസപ്പെട്ടാലും പ്രശ്നമല്ല. ഇനി നാം കടം വാങ്ങുകയില്ല, 1 രൂപ പോലും നമ്മൾ കടം വാങ്ങിക്കൂട്ടുകയില്ല എന്ന ഒരു തീരുമാനം നമ്മൾ എടുക്കണം. അതാണ് വളരെ പ്രധാനമായ ഒരു വിഷയം. അതുപോലെ പ്രാക്ടീസ് ഡിസിപ്ലിൻ ഇൻ സ്പെൻഡിങ് ആൻഡ് ഓൺലി ബൈ വാട്ട് യു നീഡ്. നമ്മൾ എവിടെ പോവുകയാണെങ്കിലും, നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റാണിത്, എവിടെ പോവുകയാണെങ്കിലും നമ്മളൊരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ, സ്പെൻഡിങ് ഡിസിപ്ലിൻ നമ്മൾ ഫോളോ ചെയ്യണം. മാർക്കറ്റിൽ കോടിക്കണക്ക് തിങ്സ് ഉണ്ട്. എല്ലാം നമുക്ക് വാങ്ങാൻ ആഗ്രഹം വന്നാൽ വാങ്ങാൻ പോകാൻ പറ്റുമോ? അപ്പോൾ ഒരിക്കലുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് നീഡ്സ് അത് മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനമായ ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. പിന്നെ കടം വീടാനുള്ള 6ാമത്തെ വേ എന്ന് പറയുന്നത് ചേഞ്ച് യുവർ മണി മൈൻഡ് സെറ്റ്. പൈസയെ പറ്റിയൊരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാവും മനസ്സിൽ. കാരണം നമ്മൾ വളരെ പൂവർ ബാക്ക്ഗ്രൗണ്ടിൽ വന്നവരാണെങ്കിൽ ചെറുപ്പം മുതൽക്ക് തന്നെ നമുക്ക് കേട്ട ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാവും. പൈസ എന്ന് പറയുന്നത് ആളുകൾ കട്ടുണ്ടാക്കുന്നതാണ്, കളവ് പറഞ്ഞുണ്ടാക്കുന്നതാണ്. ബിസിനസ് എന്ന് പറയുന്നത് വളരെ മോശമാണ് ചെയ്യുന്നത്. ആളുകളെ ഉപദ്രവിച്ചുകൊണ്ട്, ആളുകളിൽ നിന്ന് ചൂഷണം ചെയ്തുകൊണ്ടാണ് പണമുണ്ടാക്കുന്നത്. പണക്കാരൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്, പണമുണ്ടാക്കുന്നതൊക്കെ തെറ്റായ വഴിയാണ് എന്ന് നമ്മളെ പല ആളുകളും പറഞ്ഞു പഠിപ്പിച്ച ഒരുപാട് നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാവും. ആവശ്യത്തിനുള്ള പണം വളരെ പ്രധാനമാണല്ലോ. പൈസ അധ്വാനിക്കാതെ പണമുണ്ടാക്കാൻ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമുക്ക് ചിലവ് കൊടുക്കൽ നിർബന്ധിതമായവരുടെ ചിലവ് കൊടുക്കാൻ കഴിയില്ല. ഹജ്ജിന് പോകാൻ കഴിയില്ല, ഉംറയ്ക്ക് പോകാൻ കഴിയില്ല. സക്കാത്ത് കൊടുക്കണമെങ്കിലും പണം വേണം. ഇതെല്ലാം നമുക്ക് വളരെ ആവശ്യമാണ്. പരിശുദ്ധ ഇസ്ലാം അത് പഠിപ്പിച്ചതും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ചില ആളുകൾക്ക് പൈസയെ പറ്റി കേൾക്കുമ്പോൾ വളരെ നെഗറ്റീവായ മൈൻഡ് സെറ്റ് ഉണ്ട്. അപ്പോൾ അതിനെ പോസിറ്റീവാക്കുക. അതായത് പൈസ ആവശ്യമാണ്, പണം എനിക്ക് ആവശ്യമുണ്ട് എന്ന നിലക്ക്. അങ്ങനെ പണം വന്നാൽ നമുക്ക് കടങ്ങൾ കൊടുത്തു വിടാൻ പറ്റുമെന്നൊക്കെ നമുക്ക് ചിന്തിച്ചുകൊണ്ട് പണത്തെപ്പറ്റി പോസിറ്റീവായി അപ്രോച്ച് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് പ്രധാനമായും പണം ഉണ്ടാക്കാനുള്ളൊരു ഗോൾ സെറ്റ് ചെയ്യുക. അതുപോലെ മെഡിറ്റേഷൻ ചെയ്യുക. അതുപോലെ അഫർമേഷൻസ് ചെയ്യുക. പണത്തെപ്പറ്റി പോസിറ്റീവ് ചിന്തകൾ നമുക്കുണ്ടാവാൻ വേണ്ടി പണം അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരുപാട് അഫർമേഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് അതും കൂടി ഉപയോഗിക്കാം. പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.